ലോഗോസ് ക്വിസ് 2024 എപ്പിസോഡ് 2 ന്യായാധിപന്മാർ അധ്യായം 2, 3, 4. കർത്താവിന്റെ ദൂതൻ ഇവിടെ നിന്ന് ബോക്കിമിലേക്ക് ചെന്നുവെന്നാണ് ന്യായാധിപന്മാർ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഗിൽഗാലിൽ നിന്ന്. ബോക്കിമിൽ വച്ചുള്ള കർത്താവിന്റെ ദൂതന്റെ മുന്നറിയിപ്പ് കേട്ട് ഇസ്രായേൽ ജനം ചെയ്തതെന്ത്? ഉത്തരം: ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. ചോദ്യം 3. ജോഷുവ ആരുടെ മകനായിരുന്നു? ഉത്തരം: ന്യൂനിന്റെ. ചോദ്യം 4. ജോഷുവ മരിച്ചത് എത്രാമത്തെ വയസ്സിൽ? ഉത്തരം: 110. ചോദ്യം 5. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാൻ കർത്താവ് ശേഷിപ്പിച്ച ജനതകൾ ഏതെല്ലാം? ഉത്തരം: ഫിലിസ്ത്യർ, കനാന്യർ, സിദോന്യർ, ഹിവ്യർ. ചോദ്യം 6. ഇസ്രായേൽ ജനം മെസൊപ്പൊട്ടേമിയ രാജാവായ കുഷാൻ റിഷാത്താമിനെ എത്ര വർഷം സേവിച്ചു? ഉത്തരം: 8. ചോദ്യം 7. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ? ഉത്തരം: ഒഥനിയേൽ. ചോദ്യം 8. മെസൊപ്പൊട്ടേമിയ രാജാവായ കുഷാൻ റിഷാത്താമിനെതിരെ കർത്താവ് വിമോചകനായി നിയമിച്ചത് ആരെ? ഉത്തരം: ഒഥനിയേലിനെ. ചോദ്യം 9. ഒഥനിയേൽ മെസൊപ്പൊട്ടേമിയ രാജാവിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ദേശത്ത് ശാന്തി നിലനിന്നത് എത്ര വർഷം? ഉത്തരം: 40 വർഷം. ചോദ്യം 10. ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ആര്? ഉത്തരം: മോവാബ് രാജാവായ എഗ്ലോൻ. ചോദ്യം 11. ഇസ്രായേൽ ജനം മോവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു? ഉത്തരം: 18. ചോദ്യം 12. മോവാബ് രാജാവായ എഗ്ലോനെതിരായി കർത്താവ് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത വിമോചകൻ ആര്? ഉത്തരം: യേഹൂദ്. ചോദ്യം 13. യേഹൂദ് ആരുടെ മകനായിരുന്നു? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രജനായ ശേരയുടെ മകൻ. ചോദ്യം 14. ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് എന്ന് യേഹൂദ് പറഞ്ഞപ്പോൾ മോവാബ് രാജാവ് എന്തു ചെയ്തു? ഉത്തരം: അവൻ എഴുന്നേറ്റ് നിന്നു. ചോദ്യം 15. യേഹൂദ് മോവാബ് രാജാവായ എഗ്ലോനെ വധിച്ചതെങ്ങനെ? ഉത്തരം: വലത്തെ തുടയിൽ ഒളിപ്പിച്ചിരുന്ന വാൾ കൊണ്ട് കുത്തി. ചോദ്യം 16. യേഹൂദിന്റെ കാലത്ത് ഇസ്രായേലിൽ എത്ര വർഷം ശാന്തി നിലനിന്നു? ഉത്തരം: 80. ചോദ്യം 17. 600 ഫിലിസ്ത്യരെ ചാട്ട കൊണ്ട് കൊന്ന് ഇസ്രായേലിനെ രക്ഷിച്ചത് ആര്? ഉത്തരം: യേഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ശങ്കാർ. ചോദ്യം 18. കാനാൻ രാജാവായ യാബീന്റെ സേനാധിപതി ആരായിരുന്നു? ഉത്തരം: സിസേറ. ചോദ്യം 19. കാനാൻ രാജാവായ യാബീന്റെ സേനാധിപതി സിസേറ ഇസ്രായേൽ ജനത്തെ എത്ര വർഷം ക്രൂരമായി പീഡിപ്പിച്ചു? ഉത്തരം: 20. ചോദ്യം 20. കാനാൻ രാജാവായ യാബീൻ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചിരുന്ന കാലം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് ആരായിരുന്നു? ഉത്തരം: ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ പ്രവാചിക. ചോദ്യം 21. ദെബോറ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചു വരുത്തിയത് ആരെ? ഉത്തരം: അബിനോവാമിന്റെ മകനായ ബാറക്കിന്. ചോദ്യം 22. ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്നുള്ള 10,000 പേരെ താബോർ മലയിൽ അണിനിരത്താനാണ് കർത്താവ് ബാറക്കിനോട് ആജ്ഞാപിച്ചത്? ഉത്തരം: നഫ്താലിയുടെയും സെബുലൂണിന്റെയും. ചോദ്യം 23. പലായനം ചെയ്ത സിസേറ ആരുടെ കൂടാരത്തിലാണ് അഭയം പ്രാപിച്ചത്? ഉത്തരം: ഹേറോബിന്റെ ഭാര്യ ജായേലിന്റെ. ചോദ്യം 24. കാനാൻ രാജാവായ
യാബീന്റെ സേനാധിപതി സിസേറയെ വധിച്ചത് ആര്? ഉത്തരം ഹേറബിന്റെ ഭാര്യ ജായേൽ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.